ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. രാജ്യം സാമ്പത്തിക രംഗത്ത് മുന്നേറുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുച്ചിറപ്പള്ളിയിൽ ഭാരതിദാസൻ സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. സ്ത്രീശക്തി മോദിക്കൊപ്പം വനിതാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നാളെ തൃശൂരിൽ. സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും പര്യടനം പൂർത്തിയാക്കി നവകേരള സദസ് ഇന്ന് സമാപിക്കും. കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാർ സേവനങ്ങൾ തത്സമയം ലഭ്യമാക്കി വികസിത് ഭാരത് സങ്കല്പയാത്ര തുടരുന്നു. NSS സ്ഥാപകൻ മന്നത്ത് പത്മനാഭന്റെ 147ാമത് ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തമിഴ്നാട് സന്ദർശനത്തിന് തുടക്കമായി. രാവിലെ തിരുച്ചിറപ്പള്ളി വിമാനത്താവളത്തിൽ ഗവർണർ RN രവിയും മുഖ്യമന്ത്രി MK സ്റ്റാലിനും ചേർന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. തുടർന്ന് ഭാരതിദാസൻ സർവകലാശാലയുടെ 38ാമത് ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയായി അദ്ദേഹം പങ്കെടുത്തു. പുതുവത്സരത്തിൽ ആദ്യ പ്രസംഗം തമിഴ്നാട്ടിൽ നടത്താനായതിൽ സന്തോഷമുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യം സാമ്പത്തിക രംഗത്ത് മുന്നേറുകയാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പ്രധാനമന്ത്രിക്ക് പുതുവത്സരാശംസകൾ നേർന്നു. തിരുച്ചിറപ്പള്ളിയിൽ ഇപ്പോൾ പുരോഗമിക്കുന്ന പൊതുപരിപാടിയിൽ വ്യോമയാനം, റെയിൽ, റോഡ്, എണ്ണ, പ്രകൃതിവാതക, ഉന്നത വിദ്യാഭ്യാസ മേഖലകളുമായി ബന്ധപ്പെട്ട 20,000 കോടി രൂപയിലധികം വരുന്ന വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം ലക്ഷദ്വീപിൽ എത്തുന്ന പ്രധാനമന്ത്രി ഇന്നും നാളെയുമായി 1,150 കോടി രൂപ മുതൽ മുടക്കുള്ള പദ്ധതികളുടെ ശിലാസ്ഥാപനവും ഉദ്ഘാടനവും നിർവഹിക്കും. 2 ലക്ഷം വനിതകൾ അണിനിരക്കുന്ന BJP മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തൃശൂരിൽ. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ച് നഗരത്തിൽ സുരക്ഷ ശക്തമാക്കി. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. കനത്ത സുരക്ഷാ വലയത്തിലാണ് നാളെ കേരളത്തിലേക്ക് പ്രധാനമന്ത്രി എത്തിച്ചേരുന്നത്. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്യും. 2 ലക്ഷം വനിതകൾ പങ്കെടുക്കുന്ന സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന പേരിൽ നടക്കുന്ന മഹിളാ സമ്മേളനത്തിനാണ് പ്രധാനമന്ത്രി ഇവിടെ എത്തിച്ചേരുന്നത്. ഇതിനോടനുബന്ധിച്ച് അദ്ദേഹം റോഡ് ഷോയിലും പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പാർലമെന്റിൽ വനിതാ സംവരണ ബിൽ പാസാക്കിയ പ്രധാനമന്ത്രിയെ ചടങ്ങിൽ BJP കേരള ഘടകം ആദരിക്കും. റോഡ് ഷോയും പൊതുസമ്മേളനവും അടക്കമുള്ള പരിപാടികളിലായി 2.5 മണിക്കൂറോളമാണ് അദ്ദേഹം ചെലവഴിക്കുക. 3 മണിക്ക് ഹെലികോപ്റ്ററിൽ കുട്ടനെല്ലൂർ ഹെലിപാഡിലാണ് പ്രധാനമന്ത്രി എത്തുക. തുടർന്ന് റോഡ് മാർഗം തൃശൂരിലേക്ക് എത്തിച്ചേരും. കളക്ടർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിക്കും. BJPയുടെ നേതൃത്വത്തിൽ കുട്ടനെല്ലൂരിലും ജില്ലാ ജനറൽ ആശുപത്രിക്ക് സമീപവും സ്വീകരണമൊരുക്കുന്നുണ്ട്. 4:15 പൊതുസമ്മേളനം അരങ്ങേറുന്നത്. കേന്ദ്രമന്ത്രിമാരും ദേശീയ നേതാക്കളും അണിനിരക്കുന്ന വേദിയിൽ സുരേഷ് ഗോപിയും ഉണ്ടാകും. 5:30 പ്രധാനമന്ത്രിയുടെ മടക്കയാത്ര. സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും പര്യടനം പൂർത്തിയാക്കി നവകേരള സദസ് ഇന്ന് സമാപിക്കും. എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട്, തൃപ്പൂണിത്തുറ മണ്ഡലങ്ങളിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇന്നെത്തുക. വൈകിട്ട് 3-നും 5-നുമാണ് പൊതുയോഗങ്ങൾ. കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്ന് മാറ്റിവെച്ച എറണാകുളം ജില്ലയിലെ 4 മണ്ഡലങ്ങളിലെ നവകേരള സദസ്സാണ് ഇന്നലെയും ഇന്നുമായി തുടരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ പര്യടനം സംസ്ഥാനത്ത് തുടരുന്നു. വിവിധ ജില്ലകളിൽ ആവേശകരമായ സ്വീകരണമാണ് യാത്രയ്ക്ക് ലഭിക്കുന്നത്. വികസിത് ഭാരത് സങ്കല്പയാത്ര ഇന്ന് കോട്ടയം ജില്ലയിലെ മാഞ്ഞൂർ, കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്തുകളിലും എറണാകുളം ജില്ലയിലെ പൂത്തൃക്കയിലും പുത്തൻകുരിശ്, വടവുകോട് ഗ്രാമപഞ്ചായത്തുകളിലും എത്തിച്ചേരും. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ രാവിലെ നടത്താനിരുന്ന പരിപാടി വൈകിട്ടത്തേക്ക് മാറ്റി. കുന്നോത്തുപറമ്പ്, ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തുകളിലെ പര്യടനം നടക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ കിളിമാനൂർ, പഴയകുന്നുമേൽ ഗ്രാമപഞ്ചായത്തുകളിലും കോഴിക്കോട് ജില്ലയിൽ മണിയൂർ, തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്തുകളിലുമാണ് യാത്ര ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ വികസിത് ഭാരത് സങ്കല്പയാത്രയ്ക്കിടെ കിസാൻ ക്രെഡിറ്റ് കാർഡ് ലഭിച്ച ഗുണഭോക്താവ് ജോസഫ് മണിമല സ്വന്തം അനുഭവം ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുന്നു. കട്ടിപ്പാറയുള്ള ഒരു കർഷകനാണ്. എനിക്ക് 4 ഏക്കർ സ്ഥലമുണ്ട്. അതിൽ തെങ്ങ്, ജാതി, കൊക്കോ, കുരുമുളക് തുടങ്ങിയ ചെറിയ കൃഷികളായിട്ട് ചേന, ചേമ്പ്, കപ്പ എല്ലാ കൃഷികളുമുണ്ട്. ഞാൻ ഗ്രാമീണ ബാങ്കിൽ ഒരു KCC ഹോൾഡറാണ്. ആവശ്യമുള്ള സമയത്ത് പണം കിട്ടും. ക്യാഷ് ലിക്വിഡായിട്ട് എന്തെങ്കിലും വരുമ്പോൾ കൊണ്ട് അടയ്ക്കാം. അതിനെല്ലാം പലിശ നമുക്ക് കുറഞ്ഞു കിട്ടും. എപ്പോഴും ഒരു ATM കാർഡ് പോലെയാണ് കർഷകനെ സംബന്ധിച്ചിടത്തോളം കിസാൻ ക്രെഡിറ്റ് കാർഡ്.
ശബരിമലയിൽ ഭക്തജന തിരക്ക് ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ദർശനത്തിനായുള്ള സ്പോട്ട് ബുക്കിംഗ് ജനുവരി 10-ാം തീയതി മുതൽ ഒഴിവാക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. വെർച്വൽ ക്യൂ ബുക്കിംഗ് പരിധി ഈ മാസം 14-ന് 50,000-ആയും മകരവിളക്ക് ദിനത്തിൽ 40,000-ആയും പരിമിതപ്പെടുത്തി. സുഗമവും സുരക്ഷിതവുമായ തീർത്ഥാടനം ഉറപ്പാക്കാനാണ് തീരുമാനമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിച്ചു. NSS സ്ഥാപകൻ മന്നത്ത് പത്മനാഭന്റെ 147ാമത് ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കമായി. മന്നം ജയന്തി സമ്മേളനം NSS ആസ്ഥാനമായ ചങ്ങനാശ്ശേരി പെരുന്നയിൽ മുൻ രാജ്യസഭാംഗം തെന്നല ബാലകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. നോവലിസ്റ്റ് C. രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണവും NK പ്രേമചന്ദ്രൻ MP അനുസ്മരണ പ്രഭാഷണവും നടത്തി. മന്നത്ത് പത്മനാഭന്റെ ജയന്തി ദിനാചരണത്തിൽ പെരുന്നയിൽ സന്ദർശനം നടത്തി കേന്ദ്രമന്ത്രി V. മുരളീധരൻ. മന്നം സമാധിയിൽ കേന്ദ്രമന്ത്രി പുഷ്പാർച്ചനയും പ്രാർത്ഥനയും നടത്തി. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുമായി കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ച നടത്തി. പ്രാദേശിക വാർത്തകളാണ് ഈ കേൾക്കുന്നത്. മന്ത്രി സജി ചെറിയാൻ വൈദികരെ അപകീർത്തിപ്പെടുത്തുന്നു എന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് മന്ത്രി ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. മുഖ്യമന്ത്രിയുടേത് ജനാധിപത്യ വിരുദ്ധ നിലപാടാണെന്നും കൊച്ചിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇടുക്കി വെള്ളിയാമറ്റത്ത് പശുക്കൾ കൂട്ടത്തോടെ ചത്ത കർഷകന്റെ വീട്ടിൽ മന്ത്രിമാരെത്തി. മന്ത്രി റോഷി അഗസ്റ്റിനും ജെ ചിഞ്ചുറാണിയുമാണ് കുട്ടി കർഷകന്റെ വീട്ടിൽ എത്തിയത്. കുട്ടികൾക്ക് സർക്കാർ സഹായമായി 5 പശുക്കളെ നൽകുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചു. 1 മാസത്തെ കാലിത്തീറ്റ സൌജന്യമായി നൽകുമെന്നും അറിയിച്ചു. കൂടുതൽ സഹായം നാളത്തെ മന്ത്രിസഭായോഗത്തിൽ തീരുമാനിക്കുമെന്നും മന്ത്രി അറിയിച്ചു. സിനിമാ നടൻ ജയറാമും കുട്ടികളെ സന്ദർശിച്ച് അടിയന്തര സഹായമായി 5 ലക്ഷം രൂപ കൈമാറി. മറ്റന്നാൾ കൊല്ലത്ത് ആരംഭിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. ആശ്രാമ മൈതാനത്ത് നിർമ്മാണം പൂർത്തിയായ പ്രധാന വേദിയും പന്തലും മന്ത്രി V. ശിവൻകുട്ടിയുടെ സാന്നിധ്യത്തിൽ കലോത്സവത്തിനായി സമർപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ്ലാൽ. 14 വർഷത്തിനു ശേഷം കൊല്ലത്തെത്തുന്ന കൌമാര കലോത്സവത്തിന് മികച്ച രീതിയിൽ ആതിഥ്യമരുളാനുള്ള തയ്യാറെടുപ്പിലാണ് കൊല്ലം നഗരം. വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികളും സംഘാടക സമിതി അംഗങ്ങളും അഹോരാത്രം വിശ്രമമില്ലാതെ ഒരുക്കങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുകയാണ്. നിർമ്മാണം പൂർത്തിയായ പ്രധാന വേദിയും പന്തലും കരാറുകാർ രാവിലെ സംഘാടകർക്ക് കൈമാറി. മത്സരാർത്ഥികളുടെ രജിസ്ട്രേഷൻ നാളെ രാവിലെ 10:30-ന് ആരംഭിക്കും. ഓരോ ജില്ലയ്ക്കും പ്രത്യേക കൌണ്ടർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭക്ഷണ വിതരണത്തിനുള്ള ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത് ക്രേവൻ സ്കൂളിലാണ്. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, രജിസ്ട്രേഷൻ കൌണ്ടറുകൾ, പ്രധാന വേദി, താമസ സ്ഥലം, വിവിധ വേദികൾ എന്നിവയെ ബന്ധിപ്പിച്ച് കലോത്സവ വണ്ടി എന്ന പേരിൽ ഗതാഗതത്തിനും സൌകര്യമൊരുക്കിയിട്ടുണ്ട്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയ്ക്ക് തുടക്കമായി. കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് സ്വർണ്ണക്കപ്പ് കൈമാറി. കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ കോഴിക്കോട്ട് നിന്ന് ഇത്തവണത്തെ വേദിയായ കൊല്ലത്തേക്കുള്ള യാത്രയ്ക്കിടയിൽ എല്ലാ ജില്ലകളിലും കപ്പിന് സ്വീകരണം നൽകും. നാളെ ഘോഷയാത്ര കൊല്ലത്ത് എത്തിച്ചേരും. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1:30-നാണ് മത്സരം. 3 കളികളുള്ള പരമ്പരയിൽ ഓസ്ട്രേലിയ 2-0-ന് മുന്നിലാണ്. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാമത്തെയും അവസാനത്തെയും മത്സരത്തിന് നാളെ തുടക്കം. കേപ്പ് ടൌണിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30-നാണ് കളി ആരംഭിക്കുക. രണ്ടാംഘട്ട കേരള പ്രീമിയർ ഫുട്ബോൾ ലീഗ് മത്സരത്തിൽ ഗ്രൂപ്പ് എയിൽ FC അരീക്കോട് ബാസ്കോ ഒതുക്കുങ്ങലുമായും ഗ്രൂപ്പ് ബിയിൽ പരപ്പൂർ FC കേരള പോലീസുമായും ഏറ്റുമുട്ടും. ഇന്ന് വൈകുന്നേരം കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 463 പോയിന്റ് താഴ്ന്ന് 71,808-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 104 പോയിന്റ് കുറഞ്ഞ് 21,637-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 20 രൂപ കൂടി 5,875 രൂപയും പവന് 160 രൂപ വർദ്ധിച്ച് 47,000 രൂപയുമാണ് ഇന്നത്തെ വില. അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ വ്യാഴാഴ്ച കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. മറ്റന്നാൾ ഈ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. K-SMART അഥവാ കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫർമേഷൻ ആൻഡ് ട്രാൻസ്ഫർമേഷൻ നിലവിൽ വന്നു. ഇതോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ഇനി വിരൽത്തുമ്പിൽ ലഭ്യമാകും. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷനാണ് K-SMART വികസിപ്പിച്ചത്. പുതുവത്സര ദിനത്തിൽ ജപ്പാനിലുണ്ടായ ഭൂകമ്പത്തിൽ 8 പേർ മരിച്ചു. പ്രധാന ദ്വീപായ ഹോൺഷുവിലെ ഇഷിക്കാവ പ്രവിശ്യയിലാണ് 7.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ ചലനങ്ങൾ ഉണ്ടായേക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം സാമ്പത്തിക രംഗത്ത് മുന്നേറുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുച്ചിറപ്പള്ളിയിൽ ഭാരതിദാസൻ സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. സ്ത്രീശക്തി മോദിക്കൊപ്പം വനിതാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നാളെ തൃശൂരിൽ. സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും പര്യടനം പൂർത്തിയാക്കി നവകേരള സദസ് ഇന്ന് സമാപിക്കും. കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാർ സേവനങ്ങൾ തത്സമയം ലഭ്യമാക്കി വികസിത് ഭാരത് സങ്കല്പയാത്ര തുടരുന്നു. NSS സ്ഥാപകൻ മന്നത്ത് പത്മനാഭന്റെ 147ാമത് ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കമായി.
ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.